കണ്ണൂർ അഞ്ചരക്കണ്ടിൽ ഡെന്റൽ കോളേജിലെ BDS ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ വിയോഗം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജാതി വിവേചനത്തിന്റെയും മാനസിക പീഡനത്തിന്റെയും ഭീകരമായ മുഖമാണ് തുറന്നു കാട്ടുന്നത്. പഠനത്തിൽ മിടുക്കനായിരുന്നിട്ടും ജാതിയുമായ അധിക്ഷേപങ്ങളും അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ അവഹേളനങ്ങളും ഒരു കൗമാരക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. നിതിന്റെ മരണത്തിന് പിന്നാലെ പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ കേൾക്കുന്ന ആരുടെയും മനസ്സ് തകർക്കുന്നതാണ്. കൊറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, മുഖത്തേക്ക് തന്നെ പറഞ്ഞു. മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇവിടെ, സ്റ്റാഫ് റൂം എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്നോ. അപ്പൊ ഇല്ല, സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പൊ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇന്നലെ ശരിക്കും നിങ്ങളെല്ലാം കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എന്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരന്റ്സിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ചു. ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു. ഞാൻ ഒരുപാട് ക്ഷമിച്ചു എന്ന നിതിന്റെ വാക്കുകളിൽ നിന്നും അയാൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന്റെ ആഴം വ്യക്തമാണ്. സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി ഒരു കൂട്ടം അധ്യാപകർ ചേർന്ന് നിതിനെ വളഞ്ഞിട്ട് അധിക്ഷേപിച്ചതായാണ് സന്ദേശത്തിലുള്ളത്. പഠന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നിതിന്റെ കുടുംബത്തെ, ശസ്ത്രക്രിയ കഴിഞ്ഞ നിതിന്റെ അമ്മയെയും അധ്യാപകർ പരിഹസിച്ചു എന്നത് ഒരു അധ്യാപക സമൂഹത്തിന് തന്നെ അപമാനമാണ്. അനാട്ടമി വിഭാഗം മേധാവി MK റാം, അധ്യാപിക KT സംഗീത എന്നിവർക്കെതിരെയാണ് നിതിൻ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പരീക്ഷയിൽ മാർക്ക് കുറയ്ക്കുമെന്നും അത് വീട്ടുകാരെ അറിയിച്ച് അപമാനിക്കുമെന്നുമുള്ള ഭീഷണികൾ നിതിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം നടപടികൾ കേവലം ശിക്ഷാ നടപടികൾ എന്നതിലുപരി വ്യക്തിഹത്യയെയും മാനസികമായ വേട്ടയാടലായുമാണ് മാറുന്നത്. ഈ സംഭവം ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം നമ്മുടെ വിദ്യാലയങ്ങളിലെ സുരക്ഷയെക്കുറിച്ചാണ്. ജാതിയുടെയും വംശത്തിന്റെയും പേരിൽ വിദ്യാർത്ഥികളെ തരം തിരിക്കുന്നതിനും അവരെ മാനസികമായി തകർക്കുന്നതും ക്രിമിനൽ കുറ്റമായി തന്നെ കാണേണ്ടതുണ്ട്. നിതിൻ രാജിന് നീതി ഉറപ്പാക്കുക എന്നത് കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കർശന നടപടി എടുക്കുന്നതിലൂടെ മാത്രമാണ് സാധ്യമാവുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിജ്ഞാപനത്തിന്റെ കേന്ദ്രങ്ങളാകണം, മറിച്ച് ഇത്തരം വിവേചനങ്ങളുടെ കണ്ണുനീരിന്റെയും ഇടമാകരുത്. നിതിന്റെ മരണം ഒരു പാഠമാക്കണം. ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ക്രൂരതകൾ നേരിടേണ്ടി വരരുത്.